പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 1ലെ അടുത്ത പോർഷനാണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. ഇതിന് മുമ്പ് വരെയുള്ള പോർഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചില സ്കൂളുകളിലൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം ചാപ്റ്റേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. ലെറ്റ് us എക്സ്പ്ലോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ്. വാട്ട് ഡു യു നോട്ടീസ്? അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കിയാൽ അവിടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് വരുന്നതെന്നാണ് അർത്ഥം അല്ലേ? അതായത് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, അടുത്തത് 4, അടുത്തത് 9, 16, 25, 36 ഇങ്ങനെ വരുന്നതാണ് സ്ക്വയേഴ്സ് അല്ലേ? അതായത് 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16, 5ൻ്റെ സ്ക്വയറാണ് 25. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ് ൻ്റെ ഡിഫറൻസ് എടുത്താൽ, അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നതെന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ നോക്കിയേ, 4 - 1 ഇത് രണ്ടും കൂടെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 4 - 1 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 3 കിട്ടി. ഇനി അടുത്ത കോൺസിക്യൂട്ടീവ് സ്ക്വയർ എന്താണ്? സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 9ഉം. അപ്പോൾ 9 - 4 ചെയ്താൽ 5 കിട്ടി. അടുത്തത് 16ഉം 9ഉം. 16 - 9 ചെയ്താൽ 7 കിട്ടും. അടുത്തത് 25ഉം 16ഉം. അപ്പോൾ എന്ത് കിട്ടി? 25 - 16 ഈസ് 9. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 3, 5, 7, 9 ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? ഇനി ഇത് തമ്മിൽ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ഇത് തമ്മിൽ ചെയ്താൽ നമുക്ക് 36 - 25 നമുക്ക് 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സാണ് നമുക്കിവിടെ കിട്ടുക അല്ലേ? 3, 5, 7, 9, 11, 13 ഇങ്ങനെ കിട്ടും. ഇത് ഓഡ് നമ്പേഴ്സാണ്. ഫ്രം ദിസ് വി ഒബ്സർവ് ദാറ്റ് ആഡിങ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ഗീവ്സ് കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആർ ഷോൺ ബിലോ. അപ്പോൾ നോക്കിയാൽ ഇവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്വയേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓഡ് നമ്പേഴ്സ് കിട്ടുന്നു ഇല്ലേ? ഇനി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാം. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്വയേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സ് കിട്ടും. ഇനി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയേഴ്സ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, 1 = 1 എന്നെടുത്തു. ഇനി നോക്കിയേ, 1ഉം അടുത്ത ഓഡ് നമ്പറാണ് 3. 1ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. 4 എന്താണ്? ഒരു സ്ക്വയറാണ്. അടുത്തത് 1 + 3 + 5 9 കിട്ടി. 9 എന്താണ്? 3യുടെ സ്ക്വയറാണ്. 4 2ൻ്റെ സ്ക്വയറാണ്. അടുത്തത് 1 + 3 + 5 + 7 എന്ത് കിട്ടി? 16 കിട്ടി. 16 എന്താണ്? 4ൻ്റെ സ്ക്വയറാണ്. അടുത്തത് 1 + 3 + 5 + 7 + 9 25 കിട്ടി. 25 എന്താണ്? 5ൻ്റെ സ്ക്വയറാണ്. അടുത്തത് 11ഉം കൂടെ വന്നപ്പോൾ 36 കിട്ടി. 36 എന്താണ്? 6ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇങ്ങനെ എൽ ഷേപ്പിൽ വരച്ച് നമുക്ക് തന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്ന ഇത് നമുക്ക് ഒരു സ്ക്വയർ ആയിട്ട് എടുക്കാം. ഇനി നോക്കിയാൽ 1 + 3, അതായത് ഈ 1ൻ്റെ കൂടെ ഈ 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. ഇനി 1 + 3 + 5 അപ്പോൾ എന്ത് കിട്ടും? ഇത് 1, 3 അതിൻ്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്തു. അന്നേരം നമുക്ക് എന്താ കിട്ടിയത്? സ്ക്വയർ കിട്ടി. ഇനി അതിൻ്റെ കൂടെ 7 കൂടെ ആഡ് ചെയ്തപ്പോഴോ
7 കൂടെ ആഡ് ചെയ്തു, അന്നേരം നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. അതായത് നമുക്ക് കിട്ടുന്ന ഈ നമ്പർ കൊണ്ട് നമുക്ക് ഇതിനെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മൾ 6th പഠിച്ചതാണ്. 6th ഗണിത പ്രകാശിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നോക്കിയേ, ദ പിക്ചർ ബിലോ എക്സ്പ്ലെയിൻ വൈ ഈച്ച് സബ്സീക്വൻറ്റ് ഇൻവേർട്ടഡ് എൽ ഗീവ്സ് ദി നെക്സ്റ്റ് ഓഡ് നമ്പർ. അപ്പോൾ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സബ്സീക്വൻറ്റ് ഇൻവേർട്ടഡ് എല്ല് അടുത്ത ഓഡ് നമ്പർ എന്തുകൊണ്ടാണ് നൽകുന്നതെന്നുള്ളത് ഈ പിക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോക്കിയേ, 1+3 അല്ലേ? അപ്പോൾ നമ്മൾ എൽ ഷേപ്പിലാണ് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ 1ൻ്റെ കൂടെ അടുത്ത 3യും കൂടെ ചേർന്നപ്പോൾ എന്തായി? സ്ക്വയർ ഷേപ്പിലായി. അടുത്ത നോക്കിയേ, 1 3 5നെ എങ്ങനെ എടുത്തു? അടുത്തത് എന്താ? 3 ഇവിടെ എൽ ഷേപ്പിലാണ്. 3 + 2 5 വന്നല്ലേ? അപ്പോൾ ഇത് ഏത് ഷേപ്പിലായി? സ്ക്വയർ ഷേപ്പിലായി. കണ്ടോ? 1 + 3 + 5. അടുത്തത് 1 + 3 + 5. അടുത്തത് എന്താണ്? 7നെ നമ്മൾ 5 + 2 എന്നെടുത്തു. അപ്പോൾ ഇതെന്തായി? 1 ഇതാ ഇങ്ങനെ ആയി. കണ്ടോ? അതായത് ഇവിടുത്തെ 3 5നെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തു? 3 + 2 എന്നെടുത്തു. അതോടെ ചേരുമ്പോൾ എന്തായി? ഒരു സ്ക്വയറായി. ഇങ്ങനെ എടുക്കാം. കണ്ടോ? വി സി ദാറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് ഈസ് n². അതായത് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. അതാണ് ഇതാ ഇവിടെ പറഞ്ഞത്. കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന ആദ്യത്തെ, അതായത് 1 + 3 എത്ര ഓഡ് നമ്പേഴ്സ് എടുത്തു? 2 എടുത്തു അല്ലേ? അപ്പോൾ ഇത് 2² ആണ്. ഇവിടെ 3 ഓഡ് നമ്പേഴ്സ് എടുത്തു. അപ്പോൾ ഇത് കിട്ടുന്ന ആൻസർ 3² ആയിരിക്കും. ഇവിടെ 4 ഓഡ് നമ്പേഴ്സ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4² ആയിരിക്കും. ഇവിടെ 5 എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 5² ആയിരിക്കും. മനസ്സിലായല്ലോ? Alternatively, every square is a sum of successive odd numbers starting from 1. എല്ലാ സ്ക്വയർ നമ്പേഴ്സും എന്തായിരിക്കും? സക്സസീവ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും. അത് തന്നെയാണ് ഞാൻ മുകളിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓൾസോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ എ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ബൈ സക്സസീവ്ലി സബ്ട്രാക്റ്റിംഗ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിനെ സക്സസീവ്ലി സബ്ട്രാക്റ്റ് ചെയ്താൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നോക്കി, ഇവിടെ 25 തന്നിട്ടുണ്ട്. 25നെ സക്സസീവ്ലി സബ്ട്രാക്ട് 1 3 5 എക്സെട്ര അണ്ടിൽ യു ഗെറ്റ് ഓർ ക്രോസ് ഓവർ 0. അപ്പോൾ ഈ 25ൽ നിന്ന് സക്സസീവ് ഓഡ് നമ്പേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ 0 കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തു പറയാം? ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ 25ൽ നിന്ന് ഞാൻ 1 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 24 കിട്ടി. ഇനി ഈ 24ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 21 കിട്ടി. ഇനി 21ൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ എന്താ? 1 കഴിഞ്ഞ് 3 കഴിഞ്ഞ് അടുത്തത് 5. 21 - 5 ഈസ് 16. ഇനി 16ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 7 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 9 കിട്ടി. 9ൽ നിന്ന് 7 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ 9 ആണ്. അപ്പോൾ നമുക്ക് 0 കിട്ടിയുണ്ടോ? അപ്പോൾ 25ൽ നിന്ന് സക്സസീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളെടുത്ത നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് 0 കിട്ടി. ദിസ് മീൻസ് 25 എന്ന് പറയുന്നത് എന്താണ്? 1 + 3 + 5 + 7 + 9. ഈ 5 സക്സസീവ് ഓഡ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് 25. അതായത് 25ൽ നിന്ന് ഈ സക്സസീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 25 എന്ന് പറയുന്നത് ഈ സക്സസീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആയിരിക്കും. സിൻസ് വി സബ്ട്രാക്റ്റഡ് ദ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് 25 = 5². അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടി? 25 = 5² എന്ന് കിട്ടി. മനസ്സിലായോ എന്താന്ന്? അതായത് നമ്മൾ 5
ഓഡ് നമ്പേഴ്സ് സക്സസീവ് ഓഡ് നമ്പേഴ്സാണ് സബ്ട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 25 എന്താണ് എന്ന് പറയാം? 5 സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. യൂസിങ് ദ പാറ്റേൺ എബവ് ഫൈൻഡ് 36 സ്ക്വയർ ഗിവൺ ദാറ്റ് 35 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1225. അപ്പം മുകളിലത്തെ പാറ്റേൺ ഉപയോഗിച്ച് നമ്മളോട് 36 സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട് 35 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1225 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കറിയാം 1225 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ്. മുകളിൽ നമ്മളങ്ങനെയാണ് കണ്ടതല്ലേ? അതായത് സക്സസീവായിട്ടുള്ള ഫസ്റ്റ് ഓഡ് നമ്പേഴ്സുകൾ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 1 + 3 ചെയ്താൽ 2 ഓഡ് നമ്പേഴ്സ് എടുത്തു, അതുകൊണ്ട് 2 സ്ക്വയർ ആയിരിക്കും. ഇനി ഇവിടെ എത്രയാണ്? 6 എണ്ണം എടുത്തു, അതുകൊണ്ട് ഇതെന്തായിരിക്കും? 6 സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 36 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 35 സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കും. അതായത് 1 + 3 + 5 + 7 + എക്സെട്ര ഇങ്ങനെ എത്ര ഓഡ് നമ്പേഴ്സ് എടുക്കും? 35 ഓഡ് നമ്പേഴ്സ് എടുക്കും. ഈ ഓഡ് നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1225 എന്ന് പറയുന്നത്. അപ്പോൾ 36 സ്ക്വയർ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 36th ഓഡ് നമ്പർ ഈ 1225ൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. 35 സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ 35 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 36 സ്ക്വയർ എന്തായിരിക്കും? നമുക്കറിയാം 35 സ്ക്വയർ 1225 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 36th ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 സ്ക്വയർ കിട്ടും. 36th ഓഡ് നമ്പർ എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്, സെക്കൻഡ് ഓഡ് നമ്പർ 3 ആണ്, തേർഡ് ഓഡ് നമ്പർ 5 ആണ്, ഫോർത്ത് ഓഡ് നമ്പർ 7 ആണ്, ഫിഫ്ത്ത് ഓഡ് നമ്പർ 9 ആണ്. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 2 × 1 - 1 അതാണ് 1 എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ ഓഡ് നമ്പർ 3 ആണ്. അതെന്താണ്? 2 × 2 - 1 2 × 2 4 4 - 1 is 3. 5 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഓഡ് നമ്പറാണ്. അപ്പോൾ 2 × 3 - 1 is equal to 3 2s are 6 6 - 1 is 5. അടുത്ത ഫോർത്ത് ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 2 × 4 - 1 4 × 2 8 8 - 1 is 7. അടുത്തത് ഫിഫ്ത്ത് ഓഡ് നമ്പർ, ദാറ്റ് ഈസ് 2 × 5 - 1 എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഇനി സിക്സ്ത് ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 2 × 6 - 1 ദാറ്റ് ഈസ് 6 2s are 12 12 - 1 is 11. ഇനി സെവൻത് എങ്ങനെ കണ്ടുപിടിക്കും? 2 × 7 - 1 ദാറ്റ് ഈസ് 13. അപ്പോൾ കണ്ടല്ലോ എത്രാമത്തെ ഓഡ് നമ്പർ ആണ് എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ nth ഓഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സെവൻത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 2 × 7 - 1. അങ്ങനെയാണെങ്കിൽ nth ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 2 × n - 1 ദാറ്റ് ഈസ് 2n - 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? nth ഓഡ് നമ്പർ കിട്ടും. കണ്ടല്ലോ, ദ nth ഓഡ് നമ്പർ ഈസ് 2n - 1. Therefore 36th ഓഡ് നമ്പർ അങ്ങനെയാണെങ്കിൽ 36th ഓഡ് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 36 - 1 36 × 2 is 72 - 1 ദാറ്റ് ഈസ് 71. അപ്പോൾ നമ്മുടെ 36th ഓഡ് നമ്പർ എന്താണ്? 71 ആണ്. അപ്പോൾ നമ്മൾ ഈ 71നെ 1225ൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 സ്ക്വയർ കിട്ടും. അതെന്താണ്? 1225 + 71 ഈസ് ഈക്വൽ ടു 1296. ഇതെന്തായിരിക്കും? 36 സ്ക്വയർ ആയിരിക്കും.
മനസ്സിലായല്ലോ എങ്ങനെയാണ് ഞാനിത് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കണേ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 10 - 1 ചെയ്താൽ മതി. എന്തായിരിക്കും? 19 ആയിരിക്കും. 10 × 2 20, 20 - 1 is 19. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എത്രാമത്തെ ഓഡ് നമ്പർ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. കൺസിഡർ എ നമ്പർ സച്ച് ആസ് 38 ദാറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ ആൻഡ് സബ്ട്രാക്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. ഇനി നമ്മൾ സ്ക്വയർ അല്ലാത്ത ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കോൺസിക്യൂട്ടീവായിട്ടുള്ള ഓഡ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 38 കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 38ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 37 കിട്ടും. ഈ 37ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 3 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 34 കിട്ടി. 34ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 29 കിട്ടി. 29ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 7 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 22 കിട്ടി. 22ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 9 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 13 എന്ന് കിട്ടി. 13ൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 11 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി 2വിൽ നിന്ന് അടുത്ത ഓഡ് നമ്പറായ 13 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടിയത്? -11. 0 നമുക്ക് കിട്ടിയില്ല അല്ലേ? 2 കഴിഞ്ഞിട്ട് -11 ആണ് കിട്ടിയത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ? നമുക്ക് സക്സസീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്ത് വരുമ്പം 0 കിട്ടിയാൽ മാത്രമേ എന്താകത്തുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയർ ആകത്തുള്ളൂ. അപ്പോൾ 38 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. Thus we can say that a natural number is not a perfect square if it cannot be expressed as a sum of successive odd natural numbers starting from 1. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു നാച്ചുറൽ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ കഴിയില്ല. എപ്പോഴാണ്? ഇതിനെ നമുക്ക് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. വി ക്യാൻ യൂസ് ദിസ് റിസൾട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ എ നാച്ചുറൽ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നാച്ചുറൽ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫൈൻഡ് ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതായത് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡു യു നോട്ടീസ് എ പാറ്റേൺ? നിങ്ങൾ എന്തെങ്കിലും പാറ്റേൺ ശ്രദ്ധിച്ചോ? അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എഴുതാം. ഫസ്റ്റ് 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 1 സ്ക്വയറിൻ്റെതും അടുത്തത് 2 സ്ക്വയർ. ഇത് എന്തൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് 2, 3 രണ്ടെണ്ണമാണുള്ളത് അല്ലേ? 2ഉം 3ഉം. അപ്പോൾ 2 എണ്ണമാണുള്ളത്. ഇനി അടുത്തത് 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ബിറ്റ്വീൻ എത്ര എണ്ണം വരും? 2 സ്ക്വയർ ഈസ് 4, 3 സ്ക്വയർ ഈസ് 9. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും ബിറ്റ്വീൻ എത്ര എണ്ണം വരും? മൈനസ് അല്ല ഇത് കേട്ടോ. 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ബിറ്റ്വീനുള്ള നമ്പേഴ്സാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിങ്ങനെ 2 എന്നങ്ങ് എഴുതിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല കേട്ടോ. അപ്പോൾ 4 to 9 എത്ര എണ്ണമാണുള്ളത്? 5, 6, 7, 8 4 എണ്ണം ഉണ്ട്. ഓക്കെ. ഇനി 3 സ്ക്വയറിൻ്റെയും 4 സ്ക്വയറിൻ്റെയും ബിറ്റ്വീൻ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. അപ്പോൾ 9 to 16 എത്ര എണ്ണം ഉണ്ട്? 10, 11, 12, 13, 14, 15 6 എണ്ണം ഉണ്ട്. അടുത്തത് 4 സ്ക്വയറിൻ്റെയും 5 സ്ക്വയറിൻ്റെയും ബിറ്റ്വീൻ. 4 സ്ക്വയർ ഈസ് 16, 5 സ്ക്വയർ ഈസ് 25. 16ൻ്റെയും 25ൻ്റെയും ഇടയ്ക്ക് എത്ര എണ്ണമാണുള്ളത്? 17, 18, 19, 20, 21, 22, 23, 24 8 എണ്ണമാണുള്ളത്. അപ്പോൾ നോക്കിയേ, 1 സ്ക്വയറിൻ്റെയും 2 സ്ക്വയറിൻ്റെയും ഇടയ്ക്ക് 2 എണ്ണമുണ്ട്. ഇനി 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ഇടയ്ക്ക് 4 എണ്ണമുണ്ട്. 3 സ്ക്വയറിൻ്റെയും 4 സ്ക്വയറിൻ്റെയും ഇടയ്ക്ക് 6 എണ്ണമുണ്ട്. 4 സ്ക്വയറിൻ്റെയും 5 സ്ക്വയറിൻ്റെയും ഇടയ്ക്ക് 8 എണ്ണമുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ 2 എന്ന് പറയുന്നത് 2 × 1 ആണ്. 4 എന്ന് പറയുന്നത്
2 ഇൻറ്റു 2 ആണ്. 6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ആണ്. 8 എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 ആണ്. അപ്പോൾ 2വിൻ്റെ കൂടെ 1 2 3 4 ഇങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2n ചെയ്താൽ മതി. അപ്പോൾ ഈ n ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പം 9 സ്ക്വയറിൻ്റെയും 10 സ്ക്വയറിൻ്റെയും ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ 2n ചെയ്താൽ മതിയെങ്കിൽ n എന്താണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും ഇല്ലേ? അതായത് ഇപ്പം 9 സ്ക്വയറും 10 സ്ക്വയറും എടുത്താൽ ഇതിലെ ആദ്യത്തെ നമ്പർ 9 ആണ്. അപ്പം 2 ഇൻറ്റു 9 ചെയ്താൽ മതി. 9 ഇൻറ്റു 2 18 നമ്പേഴ്സ് കാണും 9 സ്ക്വയറിനും 10 സ്ക്വയറിനും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ഇടയ്ക്ക് കണ്ടുപിടിക്കാൻ 2n ആണ് എങ്കിൽ n ഇവിടെ എന്താണ്? ആദ്യത്തെ നമ്പർ 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2 ചെയ്തു. ഇനി 3 സ്ക്വയറിൻ്റെയും 4 സ്ക്വയറിൻ്റെയും 2n വെച്ചാണെങ്കിൽ n എന്താണ്? ആദ്യത്തെ നമ്പർ 3 ആണ് അല്ലേ? 3 സ്ക്വയർ 4 സ്ക്വയർ എഴുതുമ്പോൾ 3. അപ്പോൾ 2 ഇൻറ്റു 3 ചെയ്തു. ഇനി 15 സ്ക്വയറിൻ്റെയും 16 സ്ക്വയറിൻ്റെയും ബിറ്റ്വീൻ ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2n എഴുതി കണ്ടുപിടിക്കാം. അപ്പോൾ n എന്താണ്? 15 ആണ്. അപ്പോൾ 2 ഇൻറ്റു 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 15 ഇൻറ്റു 2 30 നമ്പേഴ്സ് കാണും 15 സ്ക്വയറിനും 16 സ്ക്വയറിനും ഇടയ്ക്ക്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ 2n നിങ്ങൾ 2n എന്ന് ഓർത്ത് വെച്ചാൽ മതി. n എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറാണ് കേട്ടോ. ഇനി ഹൗ മെനി സ്ക്വയർ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 ആൻഡ് 100? ഇനി 1നും 100നും ഇടയ്ക്ക് എത്ര സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്? 1 square is 1, 2 square is 4, 3 square is 9, 4 square is 16, 5 square is 25, 6 square is 36, 7 square is 49, 8 square is 64, 9 square is 81, 10 square is 100. അപ്പോൾ 1നും 100നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 1നും 100നും ഇടയ്ക്ക് 100ഉം കൂടെ ചേർത്തിട്ട് എത്ര എണ്ണമുണ്ട്? മൊത്തം 10 സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10 സ്ക്വയർ നമ്പേഴ്സ് എന്ന് എഴുതാം. ഇനി ബിറ്റ്വീൻ എന്ന് പറയുമ്പം 1ൻ്റെയും 100ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ 1ഉം 100ഉം നോക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ എത്ര എണ്ണം വരും? 8 എണ്ണം വരും. അതായത് 2 സ്ക്വയർ തൊട്ട് 9 സ്ക്വയർ വരെയുള്ളതാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഹൗ മെനി ആർ ബിറ്റ്വീൻ 101 ആൻഡ് 200? അപ്പോൾ 10 സ്ക്വയർ എഴുതിയാൽ 100 ആണല്ലേ? അപ്പോൾ 11 സ്ക്വയർ എന്തായിരിക്കും? 11 സ്ക്വയർ 121 വരും. 12 സ്ക്വയർ 144 വരും. 13 സ്ക്വയർ 169 വരും. 14 സ്ക്വയർ 196 വരും. അപ്പോൾ എത്ര എണ്ണം വരും? 4 എണ്ണം വരും. ഇവിടെ നമുക്ക് എന്തെഴുതാം? 4 എന്ന് എഴുതാം. ഹൗ മെനി ആർ ബിറ്റ്വീൻ 101 ആൻഡ് 200 എന്നുള്ളിടത്ത് നമുക്ക് 4 എന്ന് എഴുതാം. Using the table of squares you filled earlier, enter the value below, tabulating the number of squares in each block of 100. What is the largest square less than 1000? 1000നെ കാട്ടിൽ ചെറുതായിട്ടുള്ള ലാർജസ്റ്റ് സ്ക്വയർ ഏതാണ് എന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ 1 to 100, 1 to 100 ഇവിടെ എത്രയാണ് എന്ന് നമ്മൾ കണ്ടു. 1 to 100 10 എണ്ണമാണ് ഇവിടെയുള്ളത്. ഇനി 101 തൊട്ട് 200 വരെ 4 എണ്ണമുണ്ട്. ഇനി 201 തൊട്ട് 300 വരെ, അപ്പോൾ 14 വരെയുള്ളതാണ് നമ്മളിവിടെ എടുത്തത്. ഇനി 15ൻ്റെത് 225 വരും, 16ൻ്റെത് 256 വരും, 70ൻ്റെത് 289 വരും. അപ്പോൾ ഇവിടെ 3 എണ്ണമാണുള്ളത്. ഇനി 301 തൊട്ട് 400 വരെ 2 എണ്ണമാണുള്ളത് കേട്ടോ. 18 സ്ക്വയർ ഈസ് 324, 19 സ്ക്വയർ ഈസ് 361. 400 വരെയാണ്. അപ്പോൾ നമുക്ക് 3 എണ്ണം എടുക്കാം. 20യുടേത് എടുക്കാം. 20 സ്ക്വയർ ഈസ് 400. അപ്പോൾ ഇവിടെ 3 എണ്ണമുണ്ട്. ഇനി 401 തൊട്ട് 500 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 20 വരെ നമുക്ക് 400 കിട്ടി. ഇനി 21ൻ്റെ സ്ക്വയർ 441, 22ൻ്റെ സ്ക്വയർ 484. അപ്പോൾ നമുക്കിവിടെ 2 എണ്ണമാണുള്ളത്. ഇനി 501 തൊട്ട് 600 വരെ, അതും നമുക്ക് 2 എണ്ണമാണുള്ളത് കേട്ടോ. 23യും 24ൻ്റെയും സ്ക്വയർ ആണുള്ളത്. ഇനി 601 തൊട്ട് 700 വരെ
അത് നമുക്ക് രണ്ടെണ്ണമാണ്, 25-ൻ്റെതും 26-ൻ്റെതും. ഇനി 701 തൊട്ട് 800 വരെയും രണ്ടെണ്ണമാണ്, അത് 27-ൻ്റെതും 28-ൻ്റെതും. ഇനി 801 തൊട്ട് 900 വരെ ഇവിടെ നമുക്ക് രണ്ടെണ്ണമുണ്ട്, 29-ഉം 30-യും. ഇനി 901 തൊട്ട് 1000 വരെ, 901-നും 1000-നും ഇടയ്ക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, അതായത് 31 മാത്രമേ ഉള്ളൂ. 32 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 32-ൻ്റെ സ്ക്വയർ നമുക്ക് 1024 ആണ് കിട്ടുക. 31-ൻ്റെ സ്ക്വയർ 961 എന്ന് കിട്ടും കേട്ടോ. 31-ൻ്റെത് 961 എന്ന് കിട്ടും. 32 എടുക്കുമ്പം 1000-നെക്കാട്ടിൽ കൂടുതൽ പോകും, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1000-നെക്കാട്ടിൽ കുറവായിട്ടുള്ള ലാർജസ്റ്റ് സ്ക്വയർ ഏതാണ്? 31 സ്ക്വയർ ആണ് ലാർജസ്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പോർഷൻസ് മതി. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.